മദ്യപിച്ചത്തെ ലൈൻമാനെതിരെ പരാതി കൊടുത്തതിന് KSEBയുടെ പ്രതികാര നടപടിയെന്ന് പരാതി. തിരുവനന്തപുരം വർക്കല അയിരൂർ സ്വദേശി രാജീവന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. 2 കുഞ്ഞുങ്ങളടക്കം 7 പേർ ഇന്നലെ മുതൽ വീട്ടിൽ ഇരുട്ടിലാണ്. ഷോർട്ട് സർക്യൂട്ട് കാരണമുണ്ടായ പ്രശ്നം പരിഹരിക്കാനാണ് ജീവനക്കാർ വീട്ടിലെത്തിയത്. എന്നാൽ ആരോപണങ്ങൾ KSEB നിഷേധിച്ചു. ജീവനക്കാർ മദ്യപിച്ചിട്ടില്ല. വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്നും ആറ്റിങ്ങൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഷിജോ കുര്യനോട് വിവരങ്ങൾ നൽകാൻ ഷിജോ, വിശദാംശങ്ങൾ. തിരുവനന്തപുരം വർക്കല അയിരൂരിൽ രാജീവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ നഷ്ടപ്പെട്ടു പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആരോപണ പ്രത്യാരോപണവുമായിട്ട് രാജീവും KSEBയും രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് രാജീവിന്റെ വീട്ടിലെ മീറ്റർ കത്തിപ്പോകുന്നത്. ഈ മീറ്റർ കത്തിപ്പോയ വിവരം സമീപവാസിയായ ഒരാളാണ് രാജീവിനെ അറിയിക്കുന്നത്. ഉടൻ തന്നെ KSEB ഓഫീസിൽ രാജീവ് ഇക്കാര്യം വിളിച്ചു പറഞ്ഞിരുന്നു. വീട്ടിൽ തീ പടരുന്നു എന്നുള്ള കാര്യം, മീറ്ററിൽ നിന്ന് തീ പടരുന്നു എന്നുള്ള കാര്യം KSEB ഓഫീസിൽ വിളിച്ചു പറയുകയാണ് രാജീവ് ചെയ്തത്. ഉടൻ തന്നെ KSEB ഓഫീസിൽ നിന്ന് ഫയർഫോഴ്സിനെ വിളിക്കാനുള്ള മറുപടിയാണ് KSEB ഉദ്യോഗസ്ഥർ നൽകിയതെന്ന് രാജീവ് പറയുന്നുണ്ട്. അതിന് പിന്നാലെ അരമണിക്കൂറിന് ശേഷം 2 ലൈൻമാൻമാർ രാജീവിന്റെ വീട്ടിലെത്തുകയും ഈ മീറ്ററിൽ കത്തിപ്പടർന്ന മീറ്ററിലെ തീ എടുത്തുന്നതിനും വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിനുമായിട്ട് ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ KSEB ഉദ്യോഗസ്ഥരെ 2 എത്തിയ ലൈൻമാൻമാർ മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. മദ്യപിച്ചെത്തിയ KSEB ലൈൻമാൻമാർ വീട്ടുകാരെയും തന്നെയും അസത്യം പറയുകയും ഈ തീപിടുത്തത്തിന് കാരണം കുടുംബമാണെന്ന് ഈ KSEB ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ടും രാജീവിന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്. അതിന് പിന്നാലെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ രാജീവ് അയിരൂർ പോലീസിൽ പരാതി നൽകുകയാണ് ചെയ്തത്. ഉദ്യോഗസ്ഥർ മദ്യപിച്ചെത്തി വീട്ടിൽ ബഹളം ഉണ്ടാക്കുകയാണ് ചെയ്തതെന്നും വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകിയില്ല എന്നും കാട്ടി രാജീവ് അയിരൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഉദ്യോഗസ്ഥർ മദ്യപിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് KSEB വിശദീകരിക്കുന്നത്. വീട്ടുടമയാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും KSEB പറയുന്നുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് രാജീവിനെതിരെ KSEB ഉദ്യോഗസ്ഥരും അയിരൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. രാജീവിന്റെ പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ രാജീവിനെതിരെയും അയിരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതായാലും രാജീവിന്റെ വീട്ടിൽ ഇന്നലെ നഷ്ടപ്പെട്ടു പോയ വൈദ്യുതി കണക്ഷൻ ഇതുവരെയും പുനഃസ്ഥാപിച്ച് നൽകിയിട്ടില്ല. ഇക്കാര്യത്തിലടക്കം KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതുപോലെ തന്നെ വർക്കല MLA V. ജോയിയും ഇടപെട്ടിട്ടുണ്ട്. വൈദ്യുതി കണക്ഷൻ അല്പസമയത്തിനകം പുനഃസ്ഥാപിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇക്കാര്യത്തിൽ രാജീവും KSEB ഉദ്യോഗസ്ഥരും ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. രാജീവിന്റെ വീട്ടിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് വീട്ടിലുണ്ടായ തീപിടുത്തം പരിഹരിച്ചതിന് ശേഷം അറിയിക്കണമെന്ന് KSEB ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നെങ്കിലും രാജീവ് അത് അറിയിച്ചിരുന്നില്ല എന്നുള്ള കാര്യം കൂടി KSEB ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നുണ്ട്. അനീഷ. ശരി, തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.